പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 44-ാം ദിനം. പറുദീസ നഷ്ടം. പ്രസിദ്ധ ജർമ്മൻ എഴുത്തുകാരനായ ഹെർമൻ ഹെസ്സയുടെ കൃതിയാണ് ഡമിയൻ. ഡമിയൻ സ്കൂളിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ട വിദ്യാർത്ഥിയാണ്. ആരും ശത്രുക്കളില്ല. വീട്ടിലാണെങ്കിൽ സ്നേഹനിധികളായ അപ്പനും അമ്മയും സഹോദരിമാരും. എങ്കിലും അവനൊരു തോന്നൽ, ആ തടിമാടൻ നേതാവില്ലേ, അവൻ്റെ സംഘം കൊള്ളാം. സ്കൂൾ വിട്ടാൽ അവർ കൂടും, അവരുടെ കൂടെ ഒന്ന് കൂടിയാലോ. ഒരു ദിവസം സ്കൂൾ വിട്ടപ്പോൾ അവൻ നടന്നു ചെന്നത് ആ സംഘത്തിൻ്റെ താവളത്തിലേക്കാണ്. തലയെടുപ്പും ആജ്ഞാശക്തിയുമുള്ള നേതാവിൻ്റെ ചുറ്റും സംഘം കൂടിയിരിക്കുന്നു. തങ്ങളുടെ കൂട്ടത്തിലേക്ക് പുതിയതായി വന്നവനെ അവർ സ്വാഗതം ചെയ്തു. ഓരോരുത്തരും കഴിഞ്ഞയാഴ്ച ചെയ്ത വീരകൃത്യങ്ങൾ വിവരിക്കുകയാണ്. മോഷ്ടിച്ച കഥ, തല്ലുകൂടി ജയിച്ച കഥ, നുണ പറഞ്ഞ് വിജയിച്ച സംഭവം, ഇങ്ങനെ ഓരോരുത്തരും പറയുകയാണ്. ഡമിയൻ്റെ ഊഴം വന്നു. ഇങ്ങനെ യാതൊന്നും ചെയ്യാത്തവൻ എന്തു പറയാൻ? ഒന്നും പറഞ്ഞില്ലെങ്കിൽ താൻ തീരെ കൊച്ചാക്കപ്പെടും. ഡമിയൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് എല്ലാവരും നോക്കിയിരുന്നു. അവൻ പറഞ്ഞു, ആ മിസ്റ്റർ ജോർജിൻ്റെ വലിയ വീടും മതിലും തോട്ടവും നിങ്ങൾ അറിയില്ലേ? എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, അറിയും. ഞാനൊരു രാത്രി ആ മതിൽ ചാടി. കാവൽക്കാരനോ പട്ടിയോ ഒന്നും അറിഞ്ഞില്ല. അവിടുത്തെ ആപ്പിൾ മരങ്ങളിൽ എന്തുമാത്രം പഴങ്ങളാ! ഒരു കുട്ട നിറയെ പറിച്ചെടുത്ത് ആരുമറിയാതെ തിരികെ മതിൽ ചാടിപ്പോരുന്നു. എല്ലാവരും കൈയടിച്ചു. ഭയങ്കരൻ! തങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും കഴിയാത്ത വീരസാഹസത്തിൻ്റെ ഉടമ. എല്ലാവരും ഡമിയനെ അനുമോദിച്ചു. അങ്ങനെ സംഘടനയിൽ ചേർന്ന ദിവസം തന്നെ അവൻ പ്രസിദ്ധനായി. യോഗം അവസാനിച്ചു. ഓരോരുത്തരായി പിരിഞ്ഞു. പക്ഷേ സംഘത്തലവൻ ഡമിയനെ വിളിച്ചു മാറ്റി നിർത്തി ചെവിയിൽ പറഞ്ഞു, നീ കയറിയ ആ തോട്ടവും വീടുമില്ലേ? അവിടുത്തെ കാവൽക്കാരൻ എൻ്റെ അപ്പനാണ്. ഞാൻ ഈ വിവരം അപ്പനോടും വേണ്ടി വന്നാൽ പോലീസിനോടും പറയും. പറയാതിരിക്കണമെങ്കിൽ ഇന്ന് സന്ധ്യയ്ക്ക് മുൻപ് എനിക്ക് കുറച്ച് പണം കൊണ്ടു തരണം. ഡമിയൻ്റെ വായിൽ വെള്ളം വറ്റി. നാവ് തൊണ്ടയിലേക്കിറങ്ങി. താൻ പറഞ്ഞത് വെറും കെട്ടിച്ചമച്ച നുണയാണെന്ന് പറയാനാവുമോ? മൂർഖൻ്റെ മുഖവുമായി നിൽക്കുന്ന ആ തടിയനോട് ഒന്നും പറയാനായില്ല. അവൻ വീട്ടിൽ വന്നു. അപ്പൻ്റെ പേഴ്സിൽ നിന്ന് ഒരു നോട്ട് മോഷ്ടിച്ചു നേതാവിന് കൊടുത്തു. പക്ഷേ അവന് നാളെയും പണം വേണമെന്നായി. അല്ലെങ്കിൽ ഞാനിത് എല്ലാവരോടും പറയും. വീട്ടിൽ അവൻ പാത്തും പതുങ്ങിയും നടക്കാൻ തുടങ്ങി. ഉറങ്ങാൻ പറ്റുന്നില്ല. വീട്ടിൽ ആരോടും പഴയതുപോലെ സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഒറ്റയ്ക്കിരിക്കാൻ, വീട്ടുകാരിൽ നിന്ന് മാറി നിൽക്കാൻ ഡമിയൻ ആഗ്രഹിച്ചു. സ്വന്തം വീട്ടിൽ അവൻ അന്യനായി. പാപം പിറന്ന മനസ്സിൻ്റെ കഥയാണ് ഹെർമൻ ഹെസ്സെ ഡമിയനിൽ പറയുന്നത്. പറുദീസ നഷ്ടം, ഏകാന്തത, ആരോടും പറയാനാവാത്ത വിമ്മിട്ടം. ഡമിയന് പറ്റിയത് തന്നെയാണ് ആദത്തിനും പറ്റിയത്. പറുദീസായിൽ അല്ലലറിയാതെ ജീവിച്ചു. പറുദീസ മുഴുവൻ അവൻ്റേതായിരുന്നു. പക്ഷേ പാമ്പുമായി ഒരു ഗൂഢാലോചന, ഒരു സംഘം ചേരൽ. ഫലമായി എന്തു കിട്ടി? ഒളിക്കാതിരിക്കാനാവാത്ത നാണം. ദൈവത്തിനുള്ളതെല്ലാം അവൻ്റേതും കൂടിയായിരുന്നു. എന്നാൽ അവിടെ അവനു മാത്രമായി ചില സ്വകാര്യ സ്വത്തുണ്ടാക്കി. അതവന് നാണമുണ്ടാക്കി. അതവൻ മൂടിവയ്ക്കാനും ഒളിച്ചു വയ്ക്കാനും ശ്രമിക്കുന്നു. തന്മൂലം സ്വന്തം വീട്ടിൽ അവൻ അന്യനായി. പറുദീസയിൽ ഒളിക്കുന്നവൻ പറുദീസയുടേതല്ലാതാകും. മൂടിവയ്ക്കേണ്ട കർമ്മങ്ങളും ചിന്തകളും പിറക്കുമ്പോൾ ഏത് പറുദീസയും നഷ്ടമാകും. പ്രിയമുള്ളവരെ,
ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന പറുദീസകൾ നഷ്ടമാകാതിരിക്കാൻ ഒളിക്കേണ്ട സ്വകാര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, നാണിക്കേണ്ടതൊന്നും ചെയ്യാതിരിക്കുക. അതിനായി നമുക്ക് മനഃപൂർവ്വം പരിശ്രമിക്കാം. ഏവർക്കും അർത്ഥവത്തായൊരു വിശുദ്ധവാരം ആശംസിക്കുന്നു. സസ്നേഹം, ഈപ്പനച്ചൻ.